എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കോളേജിൽ വിദ്യാർത്ഥിനിയുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര സുരക്ഷാ വീഴ്ച. 7 നിലയുള്ള കെട്ടിടത്തിന്റെ വരാന്തകളിൽ ജിപ്സം ബോർഡുകൾ മാത്രം ഉപയോഗിച്ചാണ് ഫയർ റെസ്ക്യൂ പോയിന്റുകൾ ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നതിൽ നിന്നും കോളേജ് മാനേജ്മെന്റ് വിലക്കിയിട്ടുമുണ്ട്. കൊച്ചിയിൽ നിന്ന് ദേവൻ MP ചേരുന്നു. ദേവൻ, ആ ദൃശ്യങ്ങൾ കണ്ടാൽ ആകെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതായത് 7ാമത്തെ നിലയിൽ നിന്നാണ് ആ കുട്ടി താഴേക്ക് വീണത്. എന്നാൽ ഒരു പാരപ്പറ്റിന് മുകളിലേക്കോ മറ്റോ വീണാൽ തന്നെയും ഒരാളെ താങ്ങി നിർത്താനുള്ള ശക്തിയില്ലാത്ത ജിപ്സം ബോർഡിന് മുകളിലാണ്, ജിപ്സം ബോർഡ് കൊണ്ടാണ് അവിടെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അങ്ങേയറ്റം വലിയ വീഴ്ചയല്ലേ അത്? എന്ത് വിശദീകരണമാണ് അവർ നൽകുന്നത് മാനേജ്മെൻറ്റ്? സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, അതീവ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ളത്. ഈ ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കായി താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന ഈ ഹോസ്റ്റലിൽ ഏകദേശം 450ഓളം വിദ്യാർത്ഥികളാണ് ഈ ലേഡീസ് ഹോസ്റ്റലിൽ മാത്രം താമസിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഈ 7 നിലകളിലായി പ്രവർത്തിക്കുന്ന ഈ ഹോസ്റ്റലിന്റെ വരാന്തകളിൽ ഫയർ റെസ്ക്യൂ പോയിന്റുകൾ ഒരു ജിപ്സം ബോർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് മറച്ചിരിക്കുന്നത്. ഇതിന് ചുറ്റുമായി ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഒരു വേലി തീർത്തിട്ടുമുണ്ട്. എങ്കിൽ കൂടിയും ഇത്രയും കുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു അബദ്ധവശാൽ കൂടിയും അപകടത്തിൽ കൂടിയും ഏതെങ്കിലും ഒരു കുട്ടി ഈ ഭാഗത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യ ശരീരം താങ്ങി നിർത്താനുള്ള ഒരു ശേഷി ഈ ഇത്തരം ജിപ്സം ബോർഡുകൾക്കില്ല. അത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഈ കുട്ടി പോലീസ് പറയുന്ന രീതി പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം രാത്രി ഈ കുട്ടി സുഹൃത്തുക്കളുമായി ഈ 7ാം നിലയുടെ മുകളിൽ ഇരിക്കുന്നു, അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നു. ഈ ഒരു സമയത്ത് അശ്രദ്ധ മൂലം അല്ലെങ്കിൽ അശ്രദ്ധ മൂലം ഈ കുട്ടി ഈ ഒരു ഇരുമ്പ് വേലിക്ക് അകത്തേക്ക് വീഴുകയും ഈ ജിപ്സം ബോർഡ് തകർന്ന് 7ാം നിലയിൽ നിന്നും ഈ കുട്ടി താഴെ 1ാം നിലയിലേക്ക് വീഴുകയുമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. എങ്കിൽ അത് വലിയൊരു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ ഈ ഒരു കേവലം ജിപ്സം ബോർഡുകൾ കൊണ്ട് മാത്രം ഇത്തരത്തിൽ 7 നിലകളുള്ള ഹോസ്റ്റലിലെ ഈ ഒരു വരാന്ത ക്രമീകരിക്കുമ്പോൾ അത് കുട്ടികളുടെ ജീവന് വലിയൊരു സുരക്ഷ തന്നെയാണ് ഒരുക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ രാത്രി 11 മണി കൂടി നടക്കുന്ന ഈ അപകടം നടന്നതിന് ശേഷം ഇതൊരു മെഡിക്കൽ കോളേജാണ്. ഇവിടെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ട ഒരു സ്ഥലം കൂടിയാണ്. എങ്കിൽ കൂടിയും ഈ അപകടം നടന്ന ശേഷം ഈ കുട്ടിയെ ഏകദേശം 30 കിലോമീറ്ററോളം ദൂരെയുള്ള ആസ്റ്റർ മെഡിസിറ്റി എന്ന സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിലും ഇപ്പോൾ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ ഇതിനുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഇവിടെയുള്ള അടുത്തുള്ള മറ്റ് കുട്ടികളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ആ സമയത്ത് ന്യൂറോയുടെ വിഭാഗത്തിലുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും വലിയ ഒരു ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ്. അതിനും നേരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്രയും കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്താൻ ഈ ദൃക്സാക്ഷികളായിട്ടുള്ള കുട്ടികൾ ഒരുപക്ഷെ ഈ സമയത്ത് ഇന്നലെ ഫാത്തിമ ഒരു വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യം, അതായത് ഒരു കുട്ടി അവിടെ 2-3 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ദാരുണമായ ഒരു അപകടത്തിനിരയായിട്ട് മരിച്ചിട്ട് അവിടുത്തെ കുട്ടികൾ ആരും അതേക്കുറിച്ച് നമ്മളോട് ചോദിച്ചപ്പോഴും സംസാരിച്ചില്ല എന്നാണോ? എങ്ങനെ അപകടമുണ്ടായി എന്ന് പ്രതികരിക്കാൻ അവർ തയ്യാറായില്ല എന്നാണോ? നമ്മൾ അവരോട് പ്രതികരണം ആരാഞ്ഞിരുന്നോ? ഒപ്പം ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ എന്താണ് പറയുന്നത്? സനീഷ്, ഈ ഹോസ്റ്റലിന് മുന്നിൽ ഈ ഹോസ്റ്റലിനകത്തേക്ക് മാധ്യമപ്രവർത്തകരെ ഒന്നും കടത്തിവിടാതെ ഇവിടെ ഗേറ്റ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. പോലീസ് ജീപ്പുകൾ വരുമ്പോൾ മാത്രമാണ് ഗേറ്റ് തുറക്കുന്നത്. കുറച്ച് കുട്ടികൾ ഈ ഹോസ്റ്റലിന് പുറത്തേക്ക് വന്നിരുന്നു. അവരോടെല്ലാം നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഈ ഹോസ്റ്റലിന് വെളിയിൽ നിൽക്കുന്ന സെക്യൂരിറ്റി വിദ്യാർത്ഥികളെ നമ്മൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിൽ നിന്നും വിലക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. ഒപ്പം തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻസിന്റെ വിഭാഗത്തിൽ നിന്നോ ഇതുവരെയും യാതൊരു തരത്തിലുള്ള
കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ നമ്മളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ ഇവർ തയ്യാറായിട്ടില്ല. നമ്മൾ നിരന്തരം ശ്രമിക്കുന്നുണ്ട് അവരുമായി ബന്ധപ്പെടാൻ. എന്നാൽ ഇതുവരെയും യാതൊരു തരത്തിലുള്ള പ്രതികരണവും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ വിദ്യാർത്ഥികളെ പൂർണ്ണമായും ഈ പ്രതികരണം നൽകുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥി പോലും നമ്മളോട് ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറാകാത്തത്. ഈ പറയുന്ന ദൃശ്യങ്ങൾ പകർത്താൻ പോലും മാധ്യമപ്രവർത്തകർക്ക് അകത്തേക്ക് പ്രവേശനം പോലീസും അനുവദിക്കുന്നില്ല. അതിനുള്ള കാരണം അവർ വ്യക്തമാക്കുന്നില്ല. ഈ നമുക്ക് ലഭിച്ച ദൃശ്യങ്ങൾ ഈ ഹോസ്റ്റലിനകത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും നമുക്ക് ലഭിച്ച ദൃശ്യങ്ങൾ മാത്രമാണ്. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഈ അപകടത്തിന്റെ ഒരു തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ശരി, നന്ദി ദേവന. വിവരങ്ങൾക്ക് എന്തായാലും ആ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ വേണ്ട വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള അന്ത്യമാണ് വളരെ ചെറിയൊരു പെൺകുട്ടിക്കുണ്ടായിരിക്കുന്നത്. അവരുടെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയുടെ ഇരയാണ് ആ പെൺകുട്ടിയെന്ന് നിസ്സംശയം പറയാം.